ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പെരിയാർ ടൈഗർ റിസർട്ടിലെ ബോർഡർ ഹൈക്കിംഗ് എന്ന് പറയുന്ന ഫുൾ ഡേ ട്രക്കിംഗ് പ്രോഗ്രാമാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഈ ട്രക്കിങ്ങിൻ്റെ ടൈം. ഈ ട്രക്കിംഗ് പാക്കേജിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. ഈ കാണുന്ന ബാഗിൻ്റെ അകത്താണ് ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഫുൾ ഡേ ട്രക്കിങ്ങിനുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 2000 രൂപയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് നമ്മൾ തുടങ്ങുകയാണ് ഇവിടുന്ന്. ഈ നിൽക്കുന്നതാണ് ചാർലി സാർ. അദ്ദേഹമാണ് ഇന്ന് നമ്മളുടെ ഗൺമാനായിട്ട് വരുന്നത്. ഗൺമാനെ കൂടാതെ 2 ഗൈഡന്മാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എൻ്റെ പേര് സതീഷ് എന്നാണ്. ഈ വരുന്നത് സുമേഷ്. ഈ കാണുന്ന ട്രെഞ്ച് ക്രോസ് ചെയ്ത് വേണം നമ്മൾ കാട്ടിലേക്ക് കയറാൻ. ട്രെഞ്ച് എന്തിനാണെന്നറിയാമല്ലോ? കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ല താഴ്ചയുള്ള ട്രെഞ്ചാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ വീഡിയോക്കകത്തുകൂടി കാണുമ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. ഈ കാണുന്ന വഴി കണ്ടോ? ഇതുവഴി കൂടിയൊക്കെ ആനയും കാട്ടുപോത്തൊക്കെ നടക്കുന്ന വഴികളാണ്. പക്ഷെ കണ്ട എന്തൊരു ചെറിയ വഴിയല്ലേ. മഴ സമയത്തൊക്കെ നമുക്ക് ഈ തോട് ക്രോസ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അന്നേരം നല്ല വെള്ളം ഉണ്ടാവും. ഈ വരുന്ന ആളെ കണ്ടോ? ഇവരുടെ പേരാണ് ജെനറ്റ്. 69 വയസ്സുണ്ട്. പക്ഷെ കണ്ടാൽ പറയില്ല. നമ്മുടെ കൂടെ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രായമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവരാണ്. ഇനി അങ്ങോട്ടേക്കുള്ള വഴികളെല്ലാം ഇതുപോലെ ഇച്ചിരി നടക്കാൻ പാടുള്ള വഴികളായിരിക്കും. ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ സൈറ്റിംഗ് ആയിരുന്നു ഈ സാമ്പാ ടിഗർ. അവൻ ഞങ്ങളെ കണ്ടപ്പം തന്നെ അവൻ ഓടിക്കളഞ്ഞ്. ഞങ്ങൾ പിന്നെ കുറച്ച് മുമ്പോട്ട് നടന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു കാൽപ്പാട് കാണാൻ സാധിച്ചു. ഏത് മൃഗത്തിൻ്റെ കാൽപ്പാടാണെന്ന് മനസ്സിലായോ? ഇത് കടുവയുടെ കാൽപ്പാടാണ്. മഴയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുവഴി കൂടി നടക്കുന്നെങ്കിൽ നമുക്ക് ഒത്തിരി മൃഗങ്ങളുടെ കാൽപ്പാടൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ കാണുന്ന പാറ കണ്ടോ? അതുമായി ഇരുന്നിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇതാണ് ആ പാറ. മഴക്കാലത്തൊക്കെ നമുക്കിതിൻ്റെ മണ്ടയിരുന്ന് കഴിക്കുന്നതായിരിക്കും സേഫ്. എന്തെന്ന് വെച്ചാൽ അന്നേരം ഒത്തിരി അട്ടയൊക്കെ ഉണ്ടാകും ഇവിടെ. അട്ടയെ പേടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മഴക്കാലത്ത് കാടിൻ്റെ അകത്തൂടെയുള്ള ട്രക്കിംഗ് പരിപാടികളൊക്കെ കഴിവതും ഒഴിവാക്കുക. അതുപോലെ അട്ട ഉണ്ടാവും. ബാക്കിയുള്ളവരങ്ങ് താഴെ വരുന്നേ ഉള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി മുമ്പോട്ട് നടക്കാൻ തുടങ്ങാം.
ഇനി കുറച്ച് നേരത്തേക്ക് നല്ല കയറ്റം ഉണ്ടാവും, ഒരു 1-1.5 മണിക്കൂർ. ഈ കാണുന്ന കയറ്റം കണ്ടോ, ഇതല്ല കുറച്ചും കൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനേക്കാളും നല്ലൊരു കയറ്റമുണ്ട്. ആനകളുടെ സ്ഥിരം വഴി കൂടെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനകളുടെ ഇഷ്ട ഭക്ഷണമാണ് കേട്ടോ ഈ കാണുന്ന ഈറ്റ. അതാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ഒടിച്ചിട്ടേക്കുന്നത്. നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇതുവഴി ഇങ്ങനെ കയറി വരും ഇച്ചിരി പാടുള്ള കാര്യമാണ്. ഫുള്ളും ഭയങ്കര തെന്നലായിരിക്കും. ഇവർ ഈ ഹൈക്കിംഗ് പരിപാടി നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പുറത്ത് ഭയങ്കര വെയിലാണ്, പക്ഷെ നമ്മൾ ഈറ്റയ്ക്ക് അകത്തുകൂടി നടക്കുന്നത് കണ്ടുണ്ടല്ലോ, നല്ലൊരു തണുപ്പാണ്. ഇതെന്താ സാധനം ഒന്ന് മനസ്സിലായോ? ഇത് വെടിപ്ലാവിൻ്റെ ചക്കയാണ്. ഈ കാണുന്ന മരം കണ്ടോ, ഇതാണ് വെടിപ്ലാവ്. സൈലൻറ്റ് വാലിയിൽ ഈ മരം കൂടുതലുള്ളത് കൊണ്ടാണ് അവിടെ നമുക്ക് സിംഹവാലൻ കുരങ്ങളെ അധികമായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ മരത്തിൻ്റെ മണ്ട കാ കിടക്കുന്നത്? ആ കാണുന്ന കറുത്തിട്ട് ഇരിക്കുന്ന എല്ലാം ഈ വെടിപ്ലാവിൻ്റെ കായ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ പതിയെ വെച്ചുണ്ടാക്കാതെ വേണം കയറിച്ചില്ല. ഇവിടെ നമുക്ക് കരടിയുടെ ഒക്കെ സാന്നിധ്യം കൂടുതലുള്ളതാണ്. ഈ കാണുന്ന പുല്ലാണ് ആനപ്പുല്ലെന്ന് പറയും. ഇത് നല്ല ഹൈറ്റ് വളരുന്ന പുല്ലാണ് കേട്ടോ. ഈ പുല്ലാണ് നമ്മൾ ഈ റൂഫിൻ്റെ മണ്ടയിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് മലപ്പൊക്കത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കരടി കുഴിച്ചേക്കുന്ന ഒരു കുഴി ഉണ്ടായിരുന്നു. കരടി എന്തിനാണ് കുഴിച്ചെന്നറിയോ? സുമേഷിൻ്റെ കയ്യിരിക്കുന്ന ഈ സാധനം കണ്ടോ, ഇത് ഡങ് ബീറ്റിൽ എന്ന് പറയുന്ന ഒരുതരം വണ്ടിൻ്റെ കൂടാണ്. ഈ വണ്ട് ഈ കൂടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആനപ്പിണ്ടവും കാട്ടിയുടെ ചാണകവുമാണ്. ഇതിൻ്റെ അകത്ത് ഒന്നുകൂടി ഉണ്ട് കേട്ടോ, ഞാനിപ്പം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഈ നടുക്കുള്ള ഹോളിൻ്റെ അകത്താണ് ആ വണ്ടുള്ളത്. നമുക്ക് വെറുതെ ഇത് പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കാൻ ഇച്ചിരി പാടായിരിക്കും, ഭയങ്കര കട്ടിയാണ്. പക്ഷെ കരടിക്ക് നല്ല നഖമുള്ളത് കൊണ്ട് അതിന് പൊട്ടിച്ചെടുക്കാം.
ഈ കാണുന്ന ടൗൺ കണ്ടോ, ഇതാണ് കുമളി ടൗൺ. അങ്ങ് ആ മലകളുടെ അപ്പുറത്ത് കാണുന്നത് തമിഴ്നാടാണ്. മഞ്ഞായതുകൊണ്ടാണ് നമുക്ക് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റും. നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് തമിഴ്നാട് കാണാം. ഈ കുമളിയോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഗ്രൗണ്ട് കണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഞാൻ നിങ്ങൾക്ക് മംഗളാദേവി കാണിച്ചു തരാം. മംഗളാദേവി അറിയാവോ? ഈ കാണുന്ന മലപ്പുറത്ത് കുറേ മരങ്ങളൊക്കെ കാണാമല്ലോ, ഇതാണ് മംഗളാദേവി. വർഷത്തിൽ ഒറ്റൊരു ദിവസം മാത്രമാണ് ഇവിടുത്തെ പൂജാകാര്യങ്ങൾക്ക് വേണ്ടി അമ്പലം തുറക്കുന്നത്. ഈ കാണുന്നതാണ് തേക്കടിയിലെ ബോട്ട് ലാൻഡിങ്. ഇവിടെ നിന്നാണ് ബോട്ടിംഗ് പരിപാടികളൊക്കെ നടക്കുന്നത്. ഞങ്ങൾ കയറിയ സമയം നല്ല വെയിലുള്ള സമയമായിരുന്നു. നല്ല ശക്തി കാറ്റടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടത്തില്ല. ഈ മലപ്പുറത്തുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മലകളിങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുക ഇവിടെ. ഈ കാണുന്ന പാറ കണ്ടോ, ഇതും നമ്മുടെ റെസ്റ്റിംഗ് പോയിൻ്റാണ്. ഈ പാറയുടെ പേരാണ് ഓറഞ്ച് പാറ. ഈ കാണുന്ന കരടിയുടെ കാഷ്ടമാണ്. അധികം പഴക്കമില്ലാത്ത കരടി കാഷ്ടമാണ്. ഇന്ന് രാവിലെയൊക്കെ ആയിരിക്കാം ചിലപ്പം ഇതുവഴി ക്രോസ് ചെയ്ത് പോയേക്കുന്നത്. സുമേഷ് ആ ഭാഗത്തൊക്കെ പോയിട്ട് നോക്കുന്നുണ്ട് ആനകൾ വല്ലതും ഉണ്ടോ എന്ന്. ഇവിടെ നമുക്ക് ആനകളെ കാണാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ഞങ്ങളങ്ങനെ ഓറഞ്ച് പാറയിലെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഓറഞ്ച് പാറയിൽ നിന്ന് ഇറങ്ങി മുമ്പോട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി കുറച്ച് ദൂരത്തേക്ക് ഈ പുല്ലുണ്ടാകും കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുള്ളും കാടായിരിക്കും. കാട് ഇഷ്ടപ്പെടുന്നവർക്ക് കാടിനെ അടുത്തറിയാൻ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൽ ഇതുപോലെ കുറേ പ്രോഗ്രാമുകളുണ്ട്. പിന്നെ ചെന്ന ഉടനെ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നമ്മൾ ഇത്ര നേരം നടന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട മ്ലാവിനെ അല്ലാതെ വേറെ മൃഗങ്ങളെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളിനി നടന്ന് മുമ്പോട്ട് പോകുന്ന വഴികളിലെല്ലാം മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് പിന്നെ ഉറപ്പ് പറയാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഈ കിടക്കുന്ന സാധനം കണ്ടോ, ഇത് ആനയുടെ താടി. ആനയുടെ പല്ലുമാണിത്. വലിയ പ്രായമില്ലാത്ത ആനയുടെ താടിയാണിത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കടുവ പിടിച്ചേക്കുന്ന. നമ്മുടെ ഇവിടുത്തെ കടുവയുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് ആനയും കാട്ടിയുമാണ്.
ഈ കാണുന്നത് കണ്ടോ, ഇതും അധികം പഴക്കമില്ലാത്ത കടുവ കാഷ്ടമാണ്. Tiger trop. വീണ്ടും നമുക്ക് കരടിയുടെ ഒരു മാർക്ക് കാണാം. ഈ കാണുന്നത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടത് ഡങ് ബീറ്റിലായിരുന്നു, പക്ഷേ ഇത് ഡങ് ബീറ്റിലല്ല, ഇതൊരു ചെതൽപ്പുറ്റാണ്. കരടിയുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വണ്ടും ചെതലും തേനും ഒക്കെയാണ്. ഈ ചെറിയ അരുവിയൊക്കെയുള്ള സ്ഥലം കണ്ടപ്പോഴത്തേക്ക് ഇവർക്കൊരാഗ്രഹം ഇവിടെ കുറച്ച് നേരം ഇരിക്കണമെന്ന്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ പാർട്ട് 2 കാണുക.